Hi all, welcome back to another class of State Crash Class conducted by Archana Study Center. അപ്പോൾ നമുക്ക് ഇന്ന് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 20-30 മിനിറ്റ്സിൽ ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റുകൾ എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലാണ്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു ആംഗിള് 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് എന്ത് പറയുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത? നമുക്ക് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന അറിയാം അല്ലെ? അതുപോലെ അതിന്റെ ആംഗിൾസും സൈഡുകളും തമ്മിൽ, വശങ്ങളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണെന്ന് പറയുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന്. നമുക്ക് ഒത്തിരി ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ടെക്സ്റ്റിൽ പറയുന്നത് സൈന്, കോസ്, ടാൻജന്റ്. ഈ 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതൊന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബോർഡിൽ വരച്ചിട്ടുണ്ട് ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കറിയാം ബിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ആണ് അല്ലെ? ഇത് നമുക്കറിയാവുന്നതാണ്. ഹൈപ്പോട്ടനസ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പൊ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ 90 ഡിഗ്രി അല്ലാത്ത 2 ആംഗിൾസിനാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുക. ഫസ്റ്റ് ട്രിഗണോമെട്രി ഫംഗ്ഷനായ സൈൻ, ഞാൻ ആദ്യം ഈ ആംഗിൾ സി ആണ് സെലക്ട് ചെയ്യുന്നത്. സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്താണ്? AB. AB എന്ന സൈഡിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് AC. ക്ലിയർ ആണെന്ന് കരുതുന്നു. AB ഡിവൈഡഡ് ബൈ AC. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോസ് സി. കോസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസന്റ് ഏതാണ്? സിയുടെ അടുത്ത് കിടക്കുന്ന ആളാരാണ്? BC. BC ഡിവൈഡഡ് ബൈ AC. ഓക്കെ, നെക്സ്റ്റ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് ടാൻജന്റ്, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ ടാൻ സി എന്ന് എഴുതും. ടാൻ സി എന്ന് പറയുന്നത് എന്താണ്? ടാൻ സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AB. AB ഡിവൈഡഡ് ബൈ അടുത്തുള്ളത് ഏതാണ്? BC. അഡ്ജസന്റ് സൈഡ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു ആംഗിളിന് മാത്രമല്ല, ആംഗിൾ എക്കും നമുക്ക് ഇതുപോലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എഴുതാൻ പറ്റും. എന്ന് നോക്കി നോക്കാം. സൈൻ എ. സൈൻ എ എന്തായിരിക്കും? എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് AC. കോസ് എ എന്തായിരിക്കും? കോസ് എ എന്താണ്? അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. എയുടെ അഡ്ജസന്റ് ഏതാണ്? അടുത്ത് കിടക്കുന്ന ആളാണ്. ഹൈപ്പോട്ടനസ് എടുക്കരുത്. വേറെ അടുത്ത് കിടക്കുന്നത് ഏതാണ്? AB. AB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് AC. ഇനി നെക്സ്റ്റ് ടാൻ എ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടാൻ എ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് എന്താണ്? BC ഡിവൈഡഡ് ബൈ AB. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 3 കാര്യങ്ങളാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഹൈപ്പോട്ടനസ്. അതിൽ സൈന്, കോസ്, ടാന് എന്നീ ഫംഗ്ഷനുകൾ, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. സൈൻ ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് സൈന്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അതുപോലെ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിന്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വാല്യൂസ് ഒന്ന് പഠിച്ചാലോ? എളുപ്പം പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫങ്ഷൻസ് എഴുതാം. സൈന്, കോസ്, ടാന്. ഇത്രയും ഫങ്ഷൻസ് ആണല്ലോ നമുക്കറിയുന്നത്. 30, 45, 60 ഇത്രയും ആംഗിളിന്റെ ഫംഗ്ഷൻസ് പഠിച്ചാൽ മതി. ഓക്കെ, വാല്യൂസ് പഠിച്ചാൽ മതി. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, സൈൻ 45 എന്ന് പറയുന്നത് എന്താണ്? 1/√2 ആണ്. ഓക്കെ, സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ഓക്കെ, കോസ് 30 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഇടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക. √3 ഡിവൈഡഡ് ബൈ 2 ആണ്. കോസ് 45 1/√2 ആണ്. കോസ് 30 എന്ന് പറയുന്നത് 1/2 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ സൈൻ്റെയും കോസിൻ്റെയും 30, 45, 60 എന്നീ വാല്യൂസ്, ആംഗിളിന്റെ ട്രിഗണോമെട്രി വാല്യൂസ്
നമ്മൾ പഠിച്ചു. ഇനി tan 30 എന്ന് പറയുന്നത് tan 30 1/√3 ആണ്. ഓക്കെ, ദെൻ tan 45 1 ആണ്. tan 60 എന്ന് പറയുന്നത് √3 ആണ്. ഇത്രയും വാല്യൂസ് ഈ 9 വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രധാനമായും സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് അറിഞ്ഞിരിക്കണം. അത് ഇങ്ങനെ ഓർത്താൽ മതി. സൈന് ഇൻക്രീസിങ് ഓർഡറിലാണ്. സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2 ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നെ നേരെ ഓപ്പോസിറ്റ് എഴുതുന്നതാണ്. സൈൻ 60 എന്ന് പറയുന്നതാണ് കോസ് 30 വരുന്നത്, √3/2, 1/√2, 1/2. ഈ വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടായിരിക്കും. അതല്ലാതെ വരുന്ന വാല്യൂസ് സൈനിന്റെ 30, 45, 60 അല്ലാതെ വരുന്ന വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ടേബിൾ നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സൈന്, കോസ്, ടാനിന്റെ അതർ ആംഗിൾസിന്റെ വാല്യൂസ് 44, 37 അങ്ങനെ 179, 180 വരെയുള്ള എല്ലാ വാല്യൂസ് എന്തുണ്ടായിരിക്കും ആ ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ ടേബിൾ നോക്കാതെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ഈ 30, 45, 60 എന്നീ വാല്യൂസ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, പിന്നെ ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ഹാഫ് ഇൻറ്റു BH. BH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് ബേസ് തന്നിട്ടുണ്ട് അല്ലെ? ബേസ് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, 3 സെന്റിമീറ്റർ ബേസ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടണം? ഹൈറ്റ് കിട്ടണം. ഓക്കെ, ഹൈറ്റ് നമ്മളിത് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്ത് പറയുന്നത്? ഇതിന്റെ ഹൈറ്റ് തന്നിരിക്കുന്നത്. ഈ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് ബേസ് തന്നിട്ടുണ്ട്, രണ്ട് സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിന് ആദ്യം പേര് കൊടുക്കാം. ABC. ഇവിടെ ഒരു M ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? നമുക്ക് AMC എന്ന ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. AMC എന്ന ട്രയാങ്കിൾ. അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് ഇത് ഹൈപ്പോട്ടനസ് ആണ് അല്ലെ? അതായത് ആംഗിൾ 60 ഡിഗ്രി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ആണ് വരുന്നത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഞാൻ സൈൻ എടുക്കാം. സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്? CM ഡിവൈഡഡ് ബൈ 2 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. CM ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് H എന്ത് വരും? 2 ഇൻറ്റു സൈൻ 60 വരും. ഓക്കെ, 2 ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ എത്രയായിരുന്നു? നമ്മൾ പഠിച്ചതാണ് അല്ലെ? √3 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 2 ആണ്. √3 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് √3 ആണ്. അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2. ബേസ് എത്രയാ വരുന്നത്? 3 സെന്റിമീറ്റർ. ഹൈറ്റ് √3. എന്ത് വരും? 3/2 √3 ആണ് എന്ത് വരുന്നത്? ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. The length of sides of a rhombus is 5 centimeter and one of its angle is 100 degree. Calculate the area. ഒരു റോംബസ് ആണ് തന്നിരിക്കുന്നത്. റോംബസിന്റെ അറിയാം, 4 സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അഡ്ജസന്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് ഒരു റോംബസ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ ഇരിക്കും റോംബസ്. പാരലോഗ്രാം തന്നെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതിനെയാണ് എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്നാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മാത്സ് എന്ന് പറഞ്ഞത് എപ്പോഴും പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ചുള്ള എല്ലാ നോളജും ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രിയുടെ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ചിലപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിൽ റോംബസ് എന്താണെന്ന് അറിയാം. റോംബസ് എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ ആംഗിൾ ആയിരിക്കും അല്ലെ? ഇതല്ലേ വരുന്നത് വലിയ ആംഗിള്. ഇതെന്തായാലും 100 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഒരു സൈഡ് അല്ല, എല്ലാ സൈഡും എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ റോംബസിന്റെ
നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിന്റെ പാരലോഗ്രമിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന് പേരിട്ട് കൊടുക്കുകയാണ് ABCD എന്ന് നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ AB എന്നുള്ള ബേസ് ആണെങ്കിൽ നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും? ഇതായിരിക്കും ഹൈറ്റ് വരുന്നത്. 90 ഡിഗ്രി വരയ്ക്കുന്നതാണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഈ സൈഡ് എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇതിനൊരു പേര് കൊടുത്തു, DM. ഓക്കെ, അപ്പൊ ഈ ADM എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാതെ എന്താണ്? അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലാണ് അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഈ DM കണ്ടുപിടിക്കാലോ. DM അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ആംഗിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സൈൻ അപ്ലൈ ചെയ്യണമെങ്കിൽ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിലത്തെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ? ചെറിയൊരു ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഈ സൈഡിലെ ആംഗിൾ B എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അപ്പൊ ബിയും എയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കും പാരലോഗ്രമിന്റെ അല്ലെ? അല്ലെങ്കിൽ റോംബസിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആംഗിൾസ് എന്തായാലും 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ A എന്ന് പറയുന്നത്, ആംഗിൾ B നമുക്ക് 100 ഡിഗ്രി അറിയാം അല്ലെ? 100 ഈക്വൽ ടു 180. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ A എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 80 ഡിഗ്രി എന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാം. അപ്പൊ ആംഗിൾ A അറിയാം. അപ്പൊ ഇനി റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ sin 80 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ? DM എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അഡ്ജസന്റ് പെർപെൻഡിക്കുലർ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് അഡ്ജസന്റ് എന്താ പറയാ, സോറി, ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് അതെന്താണ് വരുന്നത്? AD എന്നാണ് വരുന്നത് അല്ലെ? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് AD ആണ് എന്ത് പറയുന്നത്? ഹൈപ്പോട്ടനസ്. അപ്പൊ നമുക്ക് sin 80 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. sin 80 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് DM. അതുപോലെ ഹൈപ്പോട്ടനസ് ആണ് എന്ത് പറയുന്നത്? AD എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. DM എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈറ്റ്, AD എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്? 5. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് എന്ത് കിട്ടും? 5 ഇൻറ്റു sin 80 കിട്ടും. ഓക്കെ, sin 80യുടെ വാല്യൂ നിങ്ങൾ ടേബിൾ നോക്കി എഴുതണം. ഈ 0.9848 ആണ് വരുന്നത്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എന്നതിന് ശേഷം ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് എന്താ വരുന്നത്? ബേസ് ഇൻറ്റു ഹൈറ്റ് വരും അല്ലെ? ബേസ് എന്താണ് വരുന്നത്? ബേസ് 5 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 0.9848 വരും. ഇത് വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24.62 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇത് 25 ഇൻറ്റു 0.9848 നമുക്ക് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കത് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24.62 കിട്ടും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ladder leans against a wall with its foot 2 meters away from the wall. The angle between the ladder and the ground is 40 degree. How high is the top of the ladder from the ground? അപ്പോൾ ഒരു ലാഡർ വാളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് 40 ഡിഗ്രിയിൽ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ലാഡർ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇമേജിൻ ചെയ്ത് വരയ്ക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ലാഡർ 40 ഡിഗ്രിയിൽ ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഗ്രൗണ്ടിൽ നിന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അപ്പോൾ 40 ഡിഗ്രിയിൽ ലീൻ ചെയ്ത് വെച്ച് ചെരിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ചുമര് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? വാള് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ദിസ് മേക്ക് ആൻ ആംഗിൾ 90 ഡിഗ്രി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഹൈ ഈസ് ദ ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട്. ലാഡറിന്റെ ടോപ്പ് എവിടെയാണ് വരുന്നത്? ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ്? ഈ ഹൈറ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇന്റർപ്രിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എന്നിട്ട് ഫിഗർ വരയ്ക്കണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹൈറ്റ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയാം? ഇതിലിനി എന്തറിയാം? ലാഡറിന്റെ ഫൂട്ട് ഗ്രൗണ്ടിൽ നിന്ന് 2 meters അകലെയാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? 2 meters അകലെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അറിയാവുന്നത് അഡ്ജസന്റ് സൈഡും ആണ്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. ഓപ്പോസിറ്റ് അഡ്ജസന്റും ആംഗിളും കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്താണ്? ടാൻ ആണ് അല്ലേ? അപ്പൊ ടാൻ
40 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, നമ്മളിപ്പോൾ എ ബി സി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡായ ബി സി ഡിവൈഡഡ് ബൈ എ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് h/2 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൽ. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കണം, വരയ്ക്കാൻ സാധിക്കണം. ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റ് സൈഡിനെയും കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ടാൻ ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. പിന്നെ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, ദാറ്റ് ഈസ് tan 40 എന്ന് പറയുന്നത് h/2 ആണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? h = 2 tan 40 വരും. ഓക്കെ, tan 40യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം. നമുക്ക് ടേബിൾ നോക്കിയാൽ മതി. 0.83 ആണ് വരുന്നത്. ഇത് ചെയ്ത് നോക്കാം. 83 × 2 ചെയ്ത് നോക്കാം. 83 × 2 166 ആണ്. രണ്ട് പ്ലേസ് എന്ന് പോയിന്റ് ഇടുമ്പോൾ 1.66 ആണ് എന്ത് വരുന്നത്? ഹൈറ്റ് വരുന്നത്. മീറ്റ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പോസിബിൾ ആണ് വരാനുള്ളത്. ചെയ്ത് നോക്കാം. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ മറ്റൊരു കൺസെപ്റ്റ് ആണ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ്. ഒരു സർക്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന ഒരു സർക്കിളിലെ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ അറിയണമെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ സിയും റേഡിയസും അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു എ ബി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എ ബി = 2r sin c/2 ആണ്. ഒന്നുകൂടിയും പറയാം. അത് സർക്കിളിലെ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബി, രണ്ട് പോയിന്റ് സർക്കിളിൽ ഉണ്ടാക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് എയും ബിയും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെങ്ത് എ ബി അറിയണമെങ്കിൽ അതിൻ്റെ റേഡിയസ് ആറും ആ രണ്ട് പോയിന്റ്സുകൾ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ് സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി = 2r sin c/2 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ഇട്ടേക്കുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് റേഡിയസ്. നമുക്കൊരു ആർക്ക് ഇവിടെ ആർക്ക് എ ബി എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 60 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ വരുന്നത്. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി റേഡിയസ് ആണ്. റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് തന്നിട്ടുണ്ട്. 2 സെന്റിമീറ്റർ ആണ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി = 2r sin c/2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്ത് എഴുതാം? എ ബി നമുക്കറിയാം 2 = 2r sin, സെൻട്രൽ ആംഗിൾ എന്താ പറയാ? ഈ ആർക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മേക്ക് ചെയ്യുന്ന ഒരു സർക്കിളിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് 30. സെൻട്രൽ ആംഗിൾ എപ്പോഴും അതിന്റെ ഡബിൾ ആയിരിക്കും. സോ 30 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 60 ആയിരിക്കും. സോ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. 60/2 ദാറ്റ് ഈസ് 2r sin 30. ഓക്കെ, 2 രണ്ട് സൈഡിലും 2 ഉണ്ട്, കട്ടായി പോകും. 1 = r × sin 30 വരും. നമുക്ക് sin 30 എത്രയാണെന്ന് അറിയാം? 1/2 ആണെന്ന് അറിയാം അല്ലേ? 1 = r × 1/2 ദാറ്റ് ഈസ് r = 2 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതുവരെ താങ്ക് യു.